എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട നമ്മുടെ വാച്ച് ലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൾ പതിയേണ്ട 3 ഷെയർസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിൻ്റെ ലെവൽസ്, ഏത് ലെവൽ കഴിഞ്ഞാലാണ് അത് കയറാൻ സാധ്യത, ഏത് ലെവലിൽ താഴ്ന്നാലാണ് അത് താഴേക്ക് കീഴോട്ട് വരാനായിട്ട് സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് സ്റ്റഡി പർപ്പസസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ. ബൈസെൽ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ ബ്രോക്കറുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തന്നെ പഠിച്ച് ഒരു അനലൈസേഷൻ എത്തുന്നതായിരിക്കും അഭികാമ്യം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ഷെയർ MMTC എന്ന് പറയുന്ന ഷെയറാണ്. ഏകദേശം 95 രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് റേറ്റ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് MMTCയുടെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ്. അതായത് ഓരോ ക്യാൻഡിലും ഒരു ദിവസത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്താണ് MMTC കാണുക. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെ നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ട് കണ്ടോ, ഇവിടെ നല്ല വോളിയം ഉണ്ട്. ഈ ദിവസങ്ങളിലൊന്നും ഇത്ര വോളിയം ഇല്ല, ഇവിടെ ഒന്നും ഇത്ര വോളിയം ഇല്ല. അത് ഒന്നാമത്തെ ഒരു കണ്ടീഷനാണ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് നോക്കിയാൽ എന്താണ് കാണുക. കേട്ടോ, ഇവിടെ ഒരു മെയിൻ റെസിസ്റ്റൻസ് സോണായിരുന്നു ഈ റേഞ്ച്, ഏകദേശം 88 റേഞ്ച് എന്ന് പറയുന്നത്. എന്താ ഈ റേഞ്ച് ഇവിടെയൊക്കെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു. അതാണ് വിത്ത് വോളിയം. ഈ പ്രീവിയസ് 2 ദിവസങ്ങളിൽ നല്ല വോളിയം ഉണ്ട്, വോളിയത്തോടുകൂടി കയറി നിൽക്കുന്നു. ഇപ്പോൾ 95-ലാണ് നിൽക്കുന്നത് MMTC എന്ന് പറയുന്ന ഷെയർ. നമുക്ക് ഇനി MMTC ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഒരു റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് ആ റിസ്ക് ഫാക്ടർ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ ഇവിടെ കണ്ട ആ റേഞ്ച് തന്നെയാണ് അവിടെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് പരിഗണിക്കാനായിട്ട് പോകുന്ന ഒരു ഏരിയ. നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഏരിയ ആണ് റിസ്ക് ഫാക്ടർ ഉള്ള ഒരു ഏരിയ. ഏകദേശം 87 അല്ലെങ്കിൽ 85 റേഞ്ച് വരെയെങ്കിലും അതിന് താഴേക്ക് അത് പോരുകയാണെങ്കിൽ, അത് ഏകദേശം ഒരു 86-ന് താഴേക്ക് വരികയാണെങ്കിൽ അത് പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്, വിറ്റ് കളയുകയാണ് വേദം. അപ്പോൾ കയ്യിലുള്ളവർ അത് ഹോൾഡ് ചെയ്യുക. ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കിട്ടും. മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും കറൻറ്റ് പൊസിഷൻ അഭികാമ്യമാണ്, തരക്കേടില്ല. നമുക്ക് ഏകദേശം ടാർഗറ്റ് ഏകദേശം ഒരു 110 മുകളിലെങ്കിലും നമുക്കിതിലൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ റേഞ്ചിലെങ്കിലും ഒരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഏകദേശം ഒരു 110 റേഞ്ച് എങ്കിലെങ്കിലും. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ടിൽ വെച്ചുള്ള നമുക്ക് ഇത്രയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതകൾ. ഇനി നമുക്ക് ഇതിനെ ഒരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒരു കൺവേർട്ട് ചെയ്ത് പോകാം. ഈ വീക്കിലി ചാർട്ടിൽ എന്താണ് കാണുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ കണ്ട ആ പൊസിഷൻ ഇതാണ് വീക്കിലി ചാർട്ട് വ്യൂ. നമ്മൾ ആ വരച്ച വരെയൊക്കെ അവിടെ കണ്ടുക. അപ്പോൾ വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരു നല്ല രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ റേഞ്ച് തന്നെ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇത് ഉള്ളവർ കയ്യിൽ വയ്ക്കുക. അല്ലാത്തവരുണ്ടെങ്കിൽ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ കറൻറ്റ് ഈ പൊസിഷനിൽ നമ്മൾ പറഞ്ഞ ആ റേറ്റിൽ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് കയ്യിൽ വയ്ക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞ ആ റേഞ്ചിൽ താഴേക്ക് ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ, ഇൻട്രാഡേ ക്യാൻഡിൽ വരികയാണെങ്കിൽ പിന്നെ അവിടെ ഉള്ള നഷ്ടം സഹിച്ചിട്ട് അത് വിറ്റുമാറാവുന്നതാണ് അഭികാമ്യം. നമ്മുടെ അടുത്ത ഷെയർ നമ്മൾ നോക്കാൻ പോകുന്നത് HBL പവർ സിസ്റ്റംസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. HBL പവർ സിസ്റ്റംസ്. അപ്പോൾ ഇതാണ് HBL പവർ സിസ്റ്റംസിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. അപ്പോൾ ഈ ചാർട്ട് വ്യൂവിൽ നമുക്ക് എടുത്താൽ തന്നെ നമുക്കറിയാം ഈ ലാസ്റ്റ് ഡേയുടെ വോളിയം കൂടിക്കൊണ്ടേയിരിക്കുന്നു. കേട്ടോ, ഇവിടെ ഇത്ര വോളിയം കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെയൊക്കെ. അപ്പോൾ ഈ ലാസ്റ്റ് ഡേയ്സ്, അതായത് തിങ്കളാഴ്ച 15-ാം തീയതി തിങ്കളാഴ്ച നല്ലൊരു വോളിയം ഉണ്ട്, പ്ലസ് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മളൊരു പോസിറ്റീവ് സൈനാണ്. അപ്സൈഡ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് അവിടെ വന്നിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ വന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൽ വന്നിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കേട്ടോ, ഇവിടെ ഒരു ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഒന്നാമത്തെ ക്രൈറ്റീരിയ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി നിൽക്കുകയാണിത്. അതുകൂടാതെ ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് സോണും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതൊരു മേജർ റെസിസ്റ്റൻസ് സോണാണ്.
മേജർ റെസിസ്റ്റൻസ് സോൺ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഈ ട്രെൻഡ് ലൈനിൻ്റെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട്. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ആവുന്നതുകൊണ്ട് ഇതല്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണോ ആയിരുന്നു കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. അതുകൂടാതെ ഈ റെസിസ്റ്റൻസുമേ തട്ടി നിന്നു, വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഈ റെസിസ്റ്റൻസുമേ തട്ടി നിന്നു. അതിനുശേഷം ചെറുതായിട്ടൊന്ന് താഴ്ന്നു, 3-4 ക്യാൻഡിൽ താഴ്ന്നു. അതുപോലെ പെട്ടെന്ന് മനസ്സിലായി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വിത്ത് വോളിയത്തോടു കൂടിയുള്ള ഗ്രീൻ ക്യാൻഡിലാണ്. അത് നല്ലൊരു പോസിറ്റീവ് സൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്, വോളിയത്തോടു കൂടിയുള്ള പോലെ. നമുക്ക് ഇനി ഇതിൻ്റെ നമ്മളൊരു ബൈ എൻട്രി ഇതിൽ കറൻറ്റ് പൊസിഷനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ SL ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് നമ്മളത് ഈ ഏരിയയാണ്. ഇവിടെ നല്ല സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യും ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയയ്ക്ക് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ നമുക്കൊരു വിറ്റ് മാറുന്ന പൊസിഷൻ ഒരു ഏകദേശം 550 താഴെ ഒരു ക്ലോസിങ് വരികയാണെങ്കിൽ 550 നല്ലൊരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യും. 550 താഴെ ഇൻട്രാഡേയിൽ ഒരു ക്ലോസിങ് വരികയാണെങ്കിൽ, ഒരു റെഡ് ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ ഇത് വിറ്റുമാറുക, അത്രയും നഷ്ടമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഇൻട്രാഡേയിൽ നമുക്ക് കണ്ട വസ്തുത അത്രയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീക്കിലി ചാർട്ട് വ്യൂലൊന്ന് നോക്കാം. വേണ്ട, വീക്കിലി ചാർട്ട് വ്യൂലും നമ്മൾ നോക്കുമ്പോഴും കറക്റ്റ് നമ്മൾ ആ ഇൻട്രാഡേയിൽ വരച്ച ആ പൊസിഷൻ തന്നെയാണ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. കാരണം ഇവിടുത്തെ റെസിസ്റ്റൻസ് ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുകൂടാതെ ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട് വീക്കിലി ക്യാൻഡിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്. അപ്പോൾ വീണ്ടും നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമ്മുടെ അടുത്ത ഷെയറാണ് കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ്. കണ്ടാ, കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇത്. കറക്റ്റായിട്ട് ലാസ്റ്റ് ഡേയ്സിൽ നല്ല വോളിയം ഉണ്ട്. കണ്ട, ഇവിടെ നല്ല വോളിയം ഉണ്ട്. ഇത്രയും വോളിയം ഒന്നും ഇതേവരെ വന്നിട്ടില്ല. അതുകൂടാതെ നന്നായിട്ട് കയറി നിൽക്കുകയാണിത്. ഇത്രയും കയറി നിൽക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുക, കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഏകദേശം 200 നിന്ന് 267 വരെ ഇത് മൂവ് ചെയ്ത് നിൽക്കുകയാണ്. 200 നിന്നാണ് ഇത് മൂവ് ചെയ്ത് നിൽക്കുന്നത്. 200 നിന്ന് 267 വരെ എത്തി നിൽക്കുന്നു. അതായത് 67 രൂപ കയറി നിൽക്കുന്നു, 67 പോയിൻ്റ് അല്ലെങ്കിൽ 67 രൂപ. അപ്പോൾ 200 നിന്ന് 67 കയറി നിൽക്കുമ്പോൾ ഏകദേശം 30% ഇത് ഇമ്മീഡിയറ്റ് ഈ മാസം തന്നെ കയറി. ഇത് ജൂലൈ എത്ര 1 2 3 4 5 6 7 8 9 10 11 ട്രേഡിംഗ് ദിവസം കൊണ്ടാണ് ഇതൊരു ഏകദേശം ഒരു 30% കയറി നിൽക്കുന്ന ഷെയറാണിത്. അപ്പോൾ ഇതൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൊരു ചാടിക്കയറേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. ബ്രേക്കൗട്ടൊക്കെ കിട്ടി അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൽ നമുക്കൊരു ചാടിക്കയറേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ അഭികാമ്യം. അത് നമുക്ക് എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. നമുക്കതിൻ്റെ കയറ്റം കാണാനായിട്ട് നമുക്കൊരു വീക്കിലി ക്യാൻഡിൽ ഒന്ന് എടുത്തു നോക്കാം. വീക്കിലി ക്യാൻഡിൽ എടുത്തു നോക്കുമ്പോൾ കണ്ട, ഇവിടെ നിന്നാണ് ഇത് കയറി പോയിട്ടുള്ളത്. കണ്ട, ഒരു 3 ആഴ്ച കൊണ്ട് ഇത്രയും വളരെയധികം കയറി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു നല്ലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ അവിടെ റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് ഒരു ഇൻട്രാഡേ ചാർട്ടിലേക്ക് തന്നെ വരാം. അപ്പോൾ നമുക്ക് എവിടെയാണ് നമുക്ക് അടുത്ത പോയിന്റ് നമുക്ക് കിട്ടാനായിട്ട് ഏത് ഏരിയയിലായിരിക്കും ഇത് നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഈ ഏരിയ ആയിരിക്കും മിക്കവാറും ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നത്. ഈ ഏരിയയിലായിരിക്കും മിക്കവാറും ഇനിയൊരു അടുത്തൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് വരാണ് സാർ. അപ്പോൾ ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഈ റേഞ്ച് നമുക്ക് വീക്കിലി ക്യാൻഡിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇത് വീക്കിലി എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്. വീക്കിലി ഈ റെസിസ്റ്റൻസിൻ്റെ അവിടെയാണിത്. അപ്പോൾ മിക്കവാറും ഇവിടേക്ക് ഒരു നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഏകദേശം 228 അല്ലെങ്കിൽ 225 വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ഇവിടെ എടുക്കുന്നതായിരിക്കും അഭികാമ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു റിസ്ക് ഫാക്ടർ കുറവായിരിക്കും ഇവിടെ. പക്ഷെ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടും നമ്മൾ ഇതിലൊരു എൻട്രിക്ക് പരിഗണിക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കയറി നിൽക്കുമ്പോൾ നല്ല റിസ്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇനി നമുക്കൊരു മന്ത്ലി ചാർട്ട് വ്യൂയിലേക്ക് ഇന്ന് പോവാം. ഇതിൻ്റെ ചാർട്ട് കണ്ട, മന്ത്ലി ചാർട്ട് വ്യൂ ഇങ്ങനെയാണ് ഇതിന് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ ഒരു കൺസോളിഡേഷൻ രൂപപ്പെട്ടതിന് ശേഷം ഇത് കയറിക്കിടും. നമുക്ക് മന്തിൽ നോക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നമുക്കൊരു 212 ആ റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ മേടിക്കുന്നതായിരുന്നു അഭികാമ്യം ആയിരുന്നത്.
മന്ത്ലി ഏകദേശം കണ്ട ഈ റേഞ്ചിന് 212 ആ റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ മേടിക്കുന്നതായിരുന്നു അഭികാമ്യം. പക്ഷേ അത്ര കിട്ടാത്തവർ ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഓടി ചെല്ലേണ്ട കാര്യമില്ല. കാരണം ഇത്രയും കണ്ട മന്ത്ലി നോക്കുമ്പോഴൊക്കെ ഇത്രയും കയറി നിൽക്കുന്നത് 2 മാസം കൊണ്ട് കണ്ട ഇവിടെ ഇടലോ ഇതിൻ്റെ ലോഗ് എടുക്കുന്നത് പോയിന്റ് നോക്കിയാൽ ഇവിടെ ഉണ്ടാ ഈ 2 ക്യാൻഡിലാണ് ഇത്രയും കയറി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ല റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു പുൾ ബാക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ റീടെസ്റ്റോ വരുമ്പോൾ ഇതിൽ പരിഗണിക്കുന്നതായിരിക്കും ഇതിൽ ഉചിതം. അല്ലെങ്കിൽ ഇത് പൊക്കോട്ടെ, നമുക്ക് ഇഷ്ടംപോലെ ഷെയർസ് വേറെ കിട്ടും. അപ്പോൾ അതും കൂടി പറയാനാണ് ഇന്നത്തെ ഈ സമയം നിങ്ങളുടെ ഈ സമയം അപഹരിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടൻറ്റ് ആയി വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.